ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ആതിരയെ വിളിച്ചിട്ട് താഴെ വന്ന് കാത്തിരിക്കുകയാണ് അവന്തിക. അതേസമയം ആതിര താഴേക്ക് വരുമ്പോൾ അവന്തിക പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്, കിച്ചണില് അർച്ചനയുണ്ട്, അർച്ചനയെ പോയി സഹായിക്കാൻ നോക്ക്. ഇത് കേൾക്കുന്ന ആതിര കിച്ചണിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് അവന്തിക അവിടെ തറ തുടച്ചുകൊണ്ടിരിക്കുന്ന അമ്പിളിയെ കാണുന്നത്. ഇത് കാണുന്ന അവന്തിക ആതിരയോട് നിൽക്കാൻ പറയുകയാണ്. എന്നിട്ട് അമ്പിളിയോട് പറയുകയാണ്, അമ്പിളി, നീ ഒരു കാര്യം ചെയ്, നീ ആ മോപ്പ് ദേ ആതിരയ്ക്ക് അങ്ങ് കൊടുത്തേ. വീണ്ടും അവന്തിക കൊടുക്കാൻ പറഞ്ഞിട്ടും അമ്പിളി അത് കൊടുക്കുന്നില്ല. ഇത് കാണുന്ന അവന്തിക അമ്പിളിയുടെ കയ്യിൽ നിന്നും ആ മോപ്പ് വാങ്ങി ആതിരയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഇനി മുതൽ എല്ലാ ദിവസവും ഇവിടെ തുടച്ചു വൃത്തിയാക്കേണ്ടത് നീയാണെന്ന് അവന്തിക പറയുന്നു. എന്നാ പിന്നെ തുടങ്ങിക്കോ എന്ന് പറഞ്ഞ് അവന്തിക ആതിരയെ കൊണ്ട് അവിടെയൊക്കെ തുടപ്പിക്കുകയാണ്. തുടർന്ന് അവന്തിക പറയുകയാണ്, ഇങ്ങനെ തുടച്ചിട്ട് നിന്റെ ദേഹമൊന്നും അനങ്ങുന്നില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് മോപ്പ് ഒഴിവാക്കാം. എന്നിട്ട് ബക്കറ്റിൽ കിടക്കുന്ന ആ തുണിയെടുത്തിട്ട് നീ തറ മുഴുവൻ തുടക്കി. ഇത് കേൾക്കുന്ന ആതിര പറയുകയാണ്, അയ്യോ ഏട്ടത്തി, അങ്ങനെ കുറെ നേരമൊന്നും എനിക്ക് കുത്തിയിരിക്കാൻ പറ്റില്ല. അങ്ങനെ കുറെ നേരമൊന്നും കുത്തിയിരിക്കണ്ട, വേഗം തുടച്ചിട്ട് നീ പോയിക്കോളാൻ അവന്തിക പറയുന്നു. ദേ, ഇത്രയും സ്ഥലവും സിറ്റൗട്ടും മാത്രമല്ലേ ഉള്ളൂ, ബാക്കി നീ മുകളിലേക്ക് നാളെ തുടച്ചാ മതി. ഇത് കേൾക്കുന്ന ആതിര ഒരു ഞെട്ടലോടെ അവന്തികയെ നോക്കുമ്പോ ചെല്ലുമോളെ എന്ന് അവന്തിക പറയുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് തറ മുഴുവൻ തുടച്ചു വൃത്തിയാക്കുകയാണ് ആതിര. ഇതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവന്തിക. ആതിരയ്ക്ക് നടുവേദന കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലായിരുന്നു. ഇത് കാണുന്ന അവന്തിക പറയുകയാണ്, അത് പിന്നെ കുറെ ദിവസമായില്ലേ ദേഹം അനങ്ങിയിട്ട്, അതിന്റെ ആകും, എല്ലാം മാറിക്കോളും. അങ്ങനെ ആതിര തറ തുടയ്ക്കുന്നത് അവിടെ മാറിയിരുന്ന് കണ്ടാസ്വദിക്കുകയാണ് അവന്തിക. അതേസമയം ആ കാഴ്ച കണ്ടുകൊണ്ട് സേതുമാധവൻ വരികയാണ്. ആതിര തറ തുടയ്ക്കുന്നതും അവന്തിക അവിടെ ഇരിക്കുന്നതും എല്ലാം തന്നെ സേതുമാധവൻ കാണുന്നു. തുടർന്ന് ദേഷ്യത്തോടെ അവന്തികയെന്ന് വിളിക്കുകയാണ് സേതു. ഇത് കേൾക്കുന്ന അവന്തിക ഒരു ഞെട്ടലോടെ എഴുന്നേറ്റ് നിന്ന് എന്താ അച്ഛാ എന്ന് ചോദിക്കുന്നു. അതേസമയം കിച്ചണിൽ നിന്നും അർച്ചനയും അമ്പിളിയും കൂടി പുറത്തേക്ക് വരികയാണ്. ഇത്തരം ജോലികളൊന്നും ചെയ്യാൻ ഇവിടെ എന്താ മറ്റാരുമില്ലേ, അമ്പിളിക്കെന്താ ഇതൊന്നും ചെയ്യാൻ സമയമില്ലേ എന്നൊക്കെ ദേഷ്യത്തോടെ സേതു ചോദിക്കുമ്പോ അവന്തിക പറയുകയാണ്, അത് പിന്നെ അച്ഛാ, ഡോക്ടർ എന്തെങ്കിലും ദേഹം അനങ്ങിക്കൊണ്ടുള്ള ജോലികൾ ചെയ്യണമെന്നാ പറഞ്ഞത്. ദേഹം അനങ്ങുന്ന ജോലിയെന്ന് പറഞ്ഞാൽ തറയിൽ കുത്തിയിരിക്കുന്ന ജോലിയാണോ ചെയ്യിപ്പിക്കുന്നത്? തുടർന്ന് ആതിരയോട് എഴുന്നേൽക്കാൻ പറയുകയാണ് സേതു. ഇവിടെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയും ചെയ്യണ്ടെന്ന് സേതു ആതിരയോട് പറയുന്നു. ചെറിയ ചെറിയ ജോലികൾ വേണം ചെയ്യാൻ, ഡോക്ടർ അങ്ങനെ പറഞ്ഞെന്ന് കരുതി ജോലികൾ ചെയ്യണമെന്നുമില്ല. രാവിലെയും വൈകുന്നേരവും ഇതിലേക്ക് ഒന്ന് നടന്നാൽ മാത്രം മതി. തുടർന്ന് സേതു ദേഷ്യത്തോടെ അവന്തികയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ്, മറ്റുള്ളവരുടെ ജോലി എളുപ്പമാക്കാൻ വേണ്ടിയേ ഇങ്ങനെയുള്ള ക്രൂരതകളൊന്നും കാണിക്കരുത്. ഇതൊക്കെ മുൻപിവിടെ ചെയ്തവർക്ക് ഇപ്പൊ എന്താ ചെയ്താല്, ഓ എല്ലാവരും കൊച്ചമ്മമാരായി പോയി കാണും അല്ലേ എന്നും സേതു പറയുമ്പോ ആതിരയുടെ അടുത്തേക്ക് ചെന്ന് അവന്തിക പറയുകയാണ്, ആതിരെ നീ അതവിടെ വെച്ചേക്ക്, ഞാൻ തുടച്ചോളാം. ഇത് കേൾക്കുന്ന സേതു ചോദിക്കുകയാണ്, അപ്പോ അവന്തിക എന്താ ഓഫീസിൽ പോകുന്നില്ലേ? പോകുന്നുണ്ട്, ഇവിടുത്തെ അത്യാവശ്യം ജോലികളെല്ലാം തീർത്തിട്ട് പോകാമെന്ന് അവന്തിക പറയുമ്പോ സേതു പറയുകയാണ്, വേണ്ട അവന്തിക, കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. പിന്നെ ഇവിടെ എവിടെയും പോകാത്ത കുറച്ചു പേരൊക്കെ ഉണ്ടല്ലോ, അവര് ഇവിടുത്തെ ജോലിയും പുറംപണിയും ഒക്കെ നോക്കിക്കോളും. ഇനി അവർക്ക് ജോലി ചെയ്യാൻ മടിയാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, കുറച്ച് ജോലിക്കാരെ ഞാൻ വെക്കാം. ഇത് കേൾക്കുന്ന അർച്ചന ആതിരയുടെ അടുത്തേക്ക് ചെന്ന് പറയുകയാണ്, മോളെ ഇത് ഞാൻ ചെയ്തോളാം, നീ മുറിയിലേക്ക് പോകാൻ നോക്ക്, നിന്നോട് ഇതൊക്കെ ചെയ്യാൻ ആരാ പറഞ്ഞത്? അതേസമയം സേതു അവന്തികയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ആതിര പോയതിനു ശേഷം അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കുകയാണ് അർച്ചന. പിന്നീട് കാണിക്കുന്നത് സേതു അവന്തികയെ വിളിപ്പിക്കുന്നതാണ്. അവന്തികയെ കുറച്ച് കാര്യങ്ങൾ ഏൽപ്പിക്കാൻ വേണ്ടിയാ ഞാൻ വിളിച്ചത്. സന്ദീപ് വിവാഹം ചെയ്യാത്തതിലും തുടർന്ന് സന്ദീപ് ആതിരയെ വിവാഹം കഴിച്ചതിലും അവന്തികയ്ക്ക് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? ഇല്ലച്ചാ, എനിക്കിപ്പോ ദേഷ്യമൊന്നുമില്ല. ഞാനങ്ങനെ ദേഷ്യം മനസ്സിൽ വെച്ചിട്ട് തന്നെ എന്താ കാര്യം? എങ്കിൽ ആതിരയുടെ എല്ലാ കാര്യങ്ങളും ഇനി അവന്തിക വേണം നോക്കാൻ. ആതിരയ്ക്ക് ഈ വീട്ടില് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല. ആതിരയ്ക്ക് ഇനി ഒരു പ്രശ്നവും വരാതെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് അവന്തിക പറയുന്നു. തുടർന്ന് സേതുമാധവൻ പറയുകയാണ്, മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ആതിരയ്ക്കിവിടെ സമാധാനമില്ലെന്നും ആതിരയുടെ ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നതെന്നും വൃന്ദാവനത്തിലുള്ള ആരെങ്കിലും അറിഞ്ഞാലേ അവളെ ഇവിടുന്ന് വിളിച്ചുകൊണ്ടു പോകും. സന്ദീപിന്റെ ഭാര്യ സന്ദീപിനോടൊപ്പം ഈ വീട്ടിൽ വേണം താമസിക്കാൻ. കൂടാതെ അവന്റെ കുഞ്ഞും വളരേണ്ടത് ഇവിടെ തന്നെയാണ്. സന്ദീപിന്റെയും ആതിരയുടെയും കുഞ്ഞ് എന്നതിലുപരി നെല്ലിശ്ശേരിയുടെ അടുത്ത അനന്തരാവകാശിയാണ് ആ കുഞ്ഞ്. ഇത് കേൾക്കുന്ന അവന്തിക ഒരു ഞെട്ടലോടെ സേതുവിനെ നോക്കുകയാണ്. ആ കുഞ്ഞ് ജനിക്കുന്നതോടെ എന്റെ സർവ്വ സമ്പാദ്യവും ആ കുഞ്ഞിന്റെ പേരിലായിരിക്കും. ശിഷ്ടകാലം സ്വാമിയോടൊപ്പം ആശ്രമത്തിൽ കഴിയണം, അതാണ് എന്റെ ഇപ്പോഴത്തെ ആഗ്രഹം. പിന്നെ ഞാൻ ആരോടൊക്കെ വിദ്വേഷം കാണിച്ചാലും എന്റെ ആദ്യത്തെ പേരക്കുട്ടിയാണ് വരാൻ പോകുന്നത്. ഏതവസ്ഥയിലും എനിക്കതിനെ തള്ളിപ്പറയാനോ തള്ളിക്കളയാനോ ആകില്ല. ആരോഗ്യത്തോടെ ഇരിക്കണം, കൂടാതെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയും വേണം. ഞാൻ പറഞ്ഞതൊക്കെ അവന്തികയ്ക്ക് മനസ്സിലായോ എന്ന് സേതു ചോദിക്കുമ്പോ മനസ്സിലായെന്ന് അവന്തിക പറയുന്നു. തുടർന്ന് സേതുമാധവൻ പോയതിനു ശേഷം അവന്തിക മനസ്സിൽ പറയുകയാണ്,
തന്റെ മനസ്സിലിരിപ്പൊക്കെ ഇതായിരുന്നല്ലേ? ഇതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ആ കുഞ്ഞ് പുറത്തു വന്നിട്ട് വേണ്ടേ? അതിന് ഞാൻ അവളുടെ വയറ്റിലിട്ട് തന്നെ നശിപ്പിക്കും. പിന്നീട് കാണിക്കുന്നത് അർച്ചന സ്റ്റെയറെല്ലാം തുടയ്ക്കുന്നതാണ്. അതേസമയം അങ്ങോട്ടേക്ക് അവന്തിക വരുന്നു. അപ്പോഴാണ് അമ്പിളി അർച്ചനയെ അടുക്കളയിലേക്ക് വിളിക്കുന്നത്. അങ്ങനെ അവിടെ എങ്ങും ആരുമില്ലെന്ന് മനസ്സിലാക്കുന്ന അവന്തിക അർച്ചന തുടച്ചുകൊണ്ടിരുന്ന ആ തുണി എടുക്കുകയും സ്റ്റെപ്പിൽ മുഴുവൻ അതിലെ വെള്ളം പിഴിഞ്ഞൊഴിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് താഴേക്ക് ഇറങ്ങി നിന്ന് ആതിരയെ വിളിക്കുകയാണ്. എന്താ ഏട്ടത്തി വിളിച്ചതെന്ന് മുകളിൽ നിന്ന് തന്നെ ആതിര ചോദിക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് അവന്തിക പറയുന്നു. എനിക്ക് വേണ്ടെന്ന് ആതിര പറയുന്നുണ്ടെങ്കിലും നിർബന്ധിച്ച് താഴേക്ക് വിളിപ്പിക്കുകയാണ് അവന്തിക. പെട്ടെന്ന് ആതിര അവിടെ ഉണ്ടായിരുന്ന വെള്ളത്തിൽ തെന്നുകയും തലയിടിച്ച് താഴേക്ക് വീഴുകയും ചെയ്യുന്നു. ഇത് കാണുന്ന അവന്തിക ആരെങ്കിലും ഓടി വരണേ എന്ന് നിലവിളിക്കുകയാണ്. അങ്ങനെ സേതുവും അർച്ചനയും എല്ലാവരും അങ്ങോട്ടേക്ക് വരികയാണ്. എന്തു പറ്റിയതാണെന്ന് സേതു ചോദിക്കുമ്പോൾ അവന്തിക പറയുകയാണ്, അത് അർച്ചന തുടച്ചിട്ട് വെള്ളം ഉണങ്ങിയിട്ടില്ലായിരുന്നു. എല്ലാവരും പരിഭ്രാന്തിയോടെ ആതിരെ വിളിക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.